കൂട്ടുകാരെ, എല്ലാവർക്കും ചൈതന്യ ചൈതു കാർട്ടൂണിലേക്ക് സ്വാഗതം. ഗായത്രി, ഞങ്ങള് പറയുന്നത് നിനക്ക് കേക്കാവോ? കിച്ചേട്ടാ ചോദിക്കതേ യെസ് എന്ന് വന്നു. നീ ഗായത്രി തന്നെയല്ലേ? കറങ്ങിത്തിക്കതേ പിന്നെ യെസ്സിൽ തന്നെ വന്നല്ലോ. ഗായത്രി, നിനക്ക് ഞങ്ങളുടെ മുമ്പിലൊന്ന് പ്രത്യക്ഷപ്പെടാവോ? അയ്യോ കിച്ചേട്ടാ, അതൊന്നും വേണ്ട. അവള് ശരിക്കുള്ള രൂപത്തിലല്ലെന്നുണ്ടെങ്കിൽ നമ്മളത് കണ്ട് പേടിക്കില്ല. അത് വേണ്ട. ഇല്ലടാ, അവൾ ഏത് രൂപത്തിലാണ് നമ്മൾ അവളെ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. പിന്നെ യെസ്സിൽ തന്നെയാണല്ലോ നിൽക്കുന്നേ. അപ്പൊ ഗായത്രി വരാൻ പോവാൻ തോന്നുന്നു. അയ്യോ, ഇതെന്താ ഇവിടെ പെട്ടെന്ന് മഞ്ഞ് പെയ്യുന്ന പോലെയൊക്കെ. ഓ ദുഷ്ട, ഒരുത്തി അവിടെ ബോധം കെട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങണത് ഒന്നും അറിയണ്ടല്ലോ. കാത്തു കാത്തു ഒന്ന് എഴുന്നേക്ക്. വേണ്ടട കണ്ണ, അവളെ വെറുതെ വിളിച്ച് എഴുന്നേൽപ്പിക്കണ്ട. നീ ബോധം വന്നു കഴിയുമ്പോ ഇവിടെ നിന്ന് എടുത്ത് ഓടിയാലോ. നീ അത് പണിയാവും. അതുകൊണ്ട് അവൾ അവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ. അത് ശരിയാ, അവളെ വിളിക്കണ്ട. എന്താണ് രണ്ടുപേരും മുഖം പെട്ടെന്ന് മാറിയില്ല, എന്തു പറ്റി? കിച്ചേട്ടാ, ഗായത്രി വന്നു. ഗായത്രി കിച്ചേട്ടന്റെ ബാക്കില്. കിച്ചേട്ടൻ തിരിഞ്ഞു നോക്ക്. ദേ ചുമ്മാ മനുഷ്യരെ പേടിപ്പിക്കല്ലേ. പേടിപ്പിച്ചല്ല കിച്ചേട്ടൻ, തിരിഞ്ഞു നോക്ക്. അയ്യോ ഗായത്രി. കൊള്ളാലോ, ചുമ്മാ വിളിച്ചു വരുത്തിട്ട് പേടിച്ചു പറിച്ചു നിൽക്കുന്നോ? അത് പെട്ടെന്ന് കണ്ടപ്പോഴുള്ളൊരു പേടിയാ. എന്തിനാ നിങ്ങൾ എന്നെ വിളിച്ചത്? അത് പറ. നിന്റെ കഥ എനിക്ക് എന്റെ കൂട്ടുകാരിയാ പറഞ്ഞു തന്നെ. അത് കേട്ടപ്പോ തൊട്ട് ഞാൻ ആഗ്രഹിക്കുന്ന നിന്നെ ഒന്ന് കാണണമെന്ന്, നിന്നോട് സംസാരിക്കണമെന്ന്. നിനക്ക് എന്താ പറ്റിയെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാവോ? എനിക്ക് ഓർമ്മയൊക്കെ ഉണ്ട്. ഞാൻ നിങ്ങളോട് കഥ പറഞ്ഞു തന്നിട്ട് എനിക്കെന്ത് കാര്യം? നിനക്ക് ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞങ്ങൾ ചെയ്തു തരാം. എനിക്ക് നിങ്ങളുടെ സഹായം ഒന്നും വേണ്ട. എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ പൂർത്തീകരിച്ചിട്ടുണ്ട്. പക്ഷെ ചിലത് മാത്രം പൂർത്തീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഭൂമിയിൽ ഇന്നും അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത്. അതും കൂടി പൂർത്തിയായി കഴിഞ്ഞാൽ ഞാൻ ഈ ഭൂമി വിട്ടു പോകും. എനിക്ക് വേണ്ടപ്പെട്ട ഒരേ ഒരാളെ ഇനി ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുള്ളൂ. അയാളുടെ കാലശേഷം ഞാനും പോകും ഭൂമിയിൽ നിന്നും. എല്ലാവരും മരിച്ചു. നീ എന്തെങ്കിലും ചെയ്തതാണോ? അല്ല. ഈ കഥ നടന്നിട്ട് വർഷങ്ങൾ പലതായി. അതുകൊണ്ടാ അവരൊക്കെ പോകേണ്ട സമയത്ത് തന്നെ പോയത്. ഞാൻ ആരെയും ഉപദ്രവിക്കാൻ നിന്നിട്ടില്ല. ഞാൻ അത്ര ക്രൂരയൊന്നുമല്ല. എന്തായാലും നിങ്ങൾ ചോദിച്ചല്ലേ, ഞാൻ പറയാം എൻ്റെ കഥ. ഇതാണ് എൻ്റെ കഥ. ഞാൻ എങ്ങനെ ഞാനല്ലാതായി എന്നുള്ള കഥയാണിത്. ഒത്തിരി സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ പൂർത്തിയാക്കാൻ കഴിയാതെ പോയ എൻ്റെ ആഗ്രഹങ്ങൾ പലതും ഇന്നും എന്നെ ഒരു അലഞ്ഞു തിരിയാൻ മാത്രം വിധിക്കപ്പെട്ട ഒരാത്മാവായി ഇന്നും ഭൂമിയിൽ നിലനിർത്തിയിരിക്കുന്നു. അർഹിക്കാത്തതൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. മോഹങ്ങൾ പലതും ഉള്ളിലൊതുക്കി മാത്രം ജീവിക്കുകയായിരുന്നു. എന്നിട്ടും അവർ എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല. മരിക്കുന്ന സമയം വരെ എനിക്കറിയില്ലായിരുന്നു ഉണ്ണിയേട്ടന് എന്നെ ഇഷ്ടമായിരുന്നു എന്ന്. അതെന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എനിക്ക് ഇഷ്ടമല്ലെന്നേ പറയുമായിരുന്നുള്ളൂ. ആ മനസ്സ് ഞാൻ മാറ്റിയെടുക്കുമായിരുന്നു. എന്നിട്ടും എന്തിനായിരുന്നു എന്നോട് ഈ ചതി അവർ ചെയ്തതെന്ന് എനിക്ക് ഇന്നും അറിയില്ല. തലക്കടിയേറ്റ് എൻ്റെ ബോധം പോകുന്നതിന് മുമ്പാണ് അവർ എന്നോട് സത്യമെല്ലാം തുറന്നു പറയുന്നത്. പിന്നെയും ഞാൻ അവരുടെ കാല് പിടിച്ച് കരഞ്ഞു, അപേക്ഷിച്ചു എന്നെ രക്ഷിക്കാൻ. അതും അവർ കേട്ടില്ല. ഞാൻ പറയുന്നത് കള്ളമാണെന്ന് അവർ കരുതി കാണും. ഇനി അത് ഓർത്തിട്ട് കാര്യമില്ലല്ലോ. നീ ഇപ്പോഴും അവർ എന്നല്ലേ പറയുന്നുള്ളൂ. ആരാന്ന് മാത്രം നീ എന്താ പറയാത്തെ? അത് വേറെ ആരുമല്ല, ഉണ്ണിയേട്ടനൊരു മുറപ്പെണ്ണുണ്ടായിരുന്നു, അമ്മു. അവളുടെ വീട്ടുകാരാ. അവര് ഉണ്ണിയേട്ടനെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കണമെന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു. അങ്ങനെ ആ പ്രപ്പോസലും കൊണ്ട് വീട്ടിൽ ചെന്നപ്പോഴാണ് ഉണ്ണിയേട്ടൻ്റെ അച്ഛനും അമ്മയും അവരോട് സത്യം പറയുന്നത്. പിന്നെ അവർക്ക് വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് എങ്ങനെയെങ്കിലും എന്നെ ഒഴിവാക്കിയാൽ മതി എന്നുള്ള ചിന്തയായി. അങ്ങനെ ഉണ്ണിയേട്ടൻ എന്നെ കാണണം, സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും അവരാണ് ആദ്യം അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ അവരെ കണ്ടു. ഒത്തിരി നേരം സംസാരിക്കാനെന്നൊക്കെ പറഞ്ഞ് ചെന്നതാ. പക്ഷേ സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ തലയ്ക്ക് എന്തോ ശക്തമായ വേദന.
പിന്നെ ഞാൻ നോക്കുമ്പോൾ ഞാൻ നിലത്ത് വീണ് കിടക്കുക. എൻ്റെ തലയിൽ നിന്ന് ഒത്തിരി ബ്ലഡ് പോകുന്നുണ്ടായിരുന്നു. ഞാൻ അലമുറയിട്ട് കരഞ്ഞു. ആരും വന്നില്ല, ആരും എന്നെ രക്ഷിക്കാൻ വന്നില്ല. അങ്ങനെ എൻ്റെ ബോധം പോകുന്നതിന് മുമ്പാണ് അവരെന്നോട് സത്യമെല്ലാം പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല ഇതൊന്നും, എനിക്കതിന് ഉണ്ണിയേട്ടനെ ഇഷ്ടമല്ലെന്നൊക്കെ. പക്ഷെ അവരെങ്ങനെ വിശ്വസിക്കാനാ? അവരും വിചാരിച്ചു കാണും ഞാൻ അവരിൽ നിന്ന് ഉണ്ണിയേട്ടനെ തട്ടിയെടുക്കാൻ വന്നതാണെന്ന്. എൻ്റെ അമ്മയും അച്ഛനും എനിക്ക് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അവർ മരിച്ചു പോയതാ. അതുകൊണ്ട് എൻ്റെ മുത്തശ്ശി എന്നെ പഠിപ്പിച്ച് വലുതാക്കിയത്. മുത്തശ്ശി ഓരോ പ്രാവശ്യവും എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്, അർഹിക്കാത്തതൊന്നും ആഗ്രഹിക്കരുതെന്ന്. അതുകൊണ്ട് ഞാൻ അർഹിക്കാത്ത ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ ഏതോ നിമിഷത്തിൽ ഉണ്ണിയേട്ടനോട് എനിക്ക് സ്നേഹം തോന്നിയെന്നുള്ള സത്യം തന്നെയാണ്. പക്ഷെ ഞാൻ ഉണ്ണിയേട്ടനത് ഒരിക്കൽ പോലും അത് പറഞ്ഞിട്ടില്ല, പ്രകടിപ്പിക്കാൻ ശ്രമിച്ചിട്ടുമില്ല. ഉണ്ണിയേട്ടൻ എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരാളായിരുന്നു. എല്ലാവരോടും സ്നേഹം, ബഹുമാനം എല്ലാം ഉള്ളൊരു നല്ല വ്യക്തിയായിരുന്നു ഉണ്ണിയേട്ടൻ. പലപ്പോഴും ഉണ്ണിയേട്ടൻ എനിക്ക് കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങൾ തരുമായിരുന്നു. കുപ്പിവളകള്, പെർഫ്യൂമുകള്, ചോക്ലേറ്റുകള്, പാദസരം. എനിക്ക് കരിവള ഒത്തിരി ഇഷ്ടമായിരുന്നു. ഉണ്ണിയേട്ടൻ അത് എപ്പോഴും എനിക്ക് സമ്മാനമായിട്ട് തരാറുണ്ടായിരുന്നു. അങ്ങനെ പയ്യെ പയ്യാണ് എൻ്റെ മനസ്സ് ഉണ്ണിയേട്ടനിലോട്ട് അടുത്തത്. പക്ഷെ എനിക്ക് ഓരോ പ്രാവശ്യവും ഉണ്ണിയേട്ടനിലോട് എൻ്റെ മനസ്സ് പോകുമ്പോഴും എനിക്കറിയായിരുന്നു ഇത് നടക്കാത്തൊരു ബന്ധമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞ് പാകമാക്കി വെച്ചിരിക്കുമായിരുന്നു. എന്നിട്ടും എൻ്റെ അവസ്ഥ ഇതായിപ്പോയി എന്നും പറഞ്ഞ് എന്നെ കൊന്നവരോട് ഞാൻ പ്രതികാരം ചെയ്യാനൊന്നും പോയിട്ടൊന്നുമില്ല. അവർക്കും ഇല്ല ഒരു ജീവനും ജീവിതവും എല്ലാം. ഭൂമിയിൽ നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റിനും നമ്മൾ ഭൂമിയിൽ തന്നെ അനുഭവിച്ചിട്ടല്ലേ പോവുള്ളൂ. സർവശക്തനായ തമ്പുരാൻ ഇതെല്ലാം കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ ചെയ്ത ഓരോരുത്തരും ഭൂമിയിൽ കിടന്ന് ഒത്തിരി നരകിച്ചു. അതിനുശേഷമാണ് എല്ലാവരും ഈ ഭൂമി വിട്ട് പോയത്. അല്ലാതെ ഞാനായിട്ട് അവരൊന്നും ചെയ്തൊന്നുമല്ല. നീ പറഞ്ഞില്ലേ നിനക്ക് വേണ്ടപ്പെട്ട ആരോ ഈ ഭൂമിയിൽ ഇന്നും ജീവിച്ചിരിക്കുന്നു? അതാരാ? അത് വേറെ ആരുമല്ല, എൻ്റെ അച്ഛൻ്റെ ചേട്ടനാ. അച്ഛൻ്റെ ചേട്ടനും കൂടി എന്നെ നന്നായിട്ട് പഠിപ്പിക്കുകയും വളർത്തുകയൊക്കെ ചെയ്തത്. സ്വന്തം മോളെ പോലെ തന്നെ അങ്കിൾ എന്നെ കണ്ടിരുന്നത്. അതിൻ്റെ സ്നേഹം എല്ലാം അങ്കിളിന് എന്നോട് ഉണ്ടായിരുന്നു. ഞാൻ മരിച്ചതോടെ അങ്കിളിന് സമനില തെറ്റി. അങ്കിൾ ഇപ്പോഴും അബോധാവസ്ഥയിൽ എന്ന പോലെയാ, ഒരു ഭ്രാന്തനെ പോലെ നടക്കുന്നത്. എപ്പോഴും എല്ലായിടത്തും എന്നെ അന്വേഷിച്ച് നടക്കുക. ഞാനിപ്പോഴും മരിച്ചെന്ന് അങ്കിളിന് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. അങ്കിൾ എത്ര കാലം ഭൂമിയിലുണ്ടോ ആ സമയം വരെ ഞാനും ഭൂമിയിലുണ്ടാവും. അത് കഴിയുമ്പോൾ ഞാനങ്ങ് പോകും എൻ്റെ ഉണ്ണിയേട്ടൻ്റെ കൂടെ. ഇപ്പം എൻ്റെ ഉണ്ണിയേട്ടൻ എൻ്റെ കൂടെ തന്നെയുണ്ട്. ഇവിടെ അർഹിക്കാൻ പാടില്ല, ആഗ്രഹിക്കാൻ പാടില്ല, അങ്ങനെ ഒന്നുമില്ലല്ലോ. എൻ്റെ മരണം അറിഞ്ഞ് സഹിക്കാൻ പറ്റാതെ ഉണ്ണിയേട്ടനും എൻ്റെ കൂടെ പോകുന്നത്. ഇപ്പം ഞാൻ ഈ ലോകത്ത് ഹാപ്പിയാണ്. എന്തായാലും ഭൂമിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. പക്ഷെ എനിക്ക് ഇവിടെ അങ്ങനെയല്ല. എനിക്ക് ഇവിടെ നന്നായിട്ട് ജീവിക്കാം ഉണ്ണിയേട്ടൻ്റെ കൂടെ. ഓരോ നിമിഷവും ഞാൻ ഉണ്ണിയേട്ടൻ്റെ കൂടെയാണ്. അതിൽ ഞാൻ ഒത്തിരി സന്തോഷം ചെയ്യാം. ഭൂമിയിൽ എൻ്റെ വേണ്ടപ്പെട്ടവരായിരുന്നവർ എന്നെ വിട്ടു പോയില്ലേ, അവരെല്ലാം എൻ്റെ കൂടെ ഇവിടെയുണ്ട്. ഞാനൊരു സന്തോഷകരമായ ജീവിതം തന്നെയാണ് നയിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഉണ്ടായിരുന്ന സംശയങ്ങളെല്ലാം മാറിയോ? ആ, ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന സംശയങ്ങളെല്ലാം തീർന്നു. നീ സന്തോഷവതിയാണല്ലോ, ഞങ്ങൾക്ക് അത്ര മാത്രം മതി. നിങ്ങൾ വളരെ നല്ല കുട്ടികളാണ്. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. എപ്പോഴും നിങ്ങൾ ഈ ഓജോ ബോർഡ് വെച്ച് കളിക്കരുത്. ഇത് ഇച്ചിരി ഡേഞ്ചറാണ്. ഇപ്പോൾ ഞാൻ തന്നെ വന്നതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. വേറെ ആരെങ്കിലും ആണ് വന്നിരുന്നെങ്കിൽ എനിക്കത് ഓർക്കാൻ കൂടി വയ്യ. എല്ലാവരും നല്ലവരൊന്നും അല്ല കുട്ടികളെ. അതുകൊണ്ട് നിങ്ങളിനി ഇത് മാക്സിമം യൂസ് ചെയ്യരുത് കേട്ടോ. ഞാൻ പറയുന്നത് നിനക്ക് കേൾക്കാൻ പറ്റുമെങ്കിൽ കേൾക്കാം. ഇത് ഞാൻ പൊക്കോട്ടെ. ഇനി എന്തെങ്കിലും നമുക്ക് കാണാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്നെ കാണണമെന്ന് തോന്നുമ്പോഴത്തേക്കും മനസ്സിൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. ഇപ്പൊ ഞാൻ പോകുക. കുറച്ചു നേരമെങ്കിലും എന്നെ കാണാതിരിക്കുന്ന ഉണ്ണിയേട്ടന് പറ്റില്ല. ബൈ. ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ കൂട്ടുകാരെ. നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടന്റ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ അതുപോലെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം. ടാറ്റാ ബൈ ബൈ, ലവ് യു ഉമ്മ.